ഞങ്ങൾക്ക് പോഷൊന്നും കണ്ടൊന്നുമില്ല. അതറിയില്ല, ഇതുവരെ മനസ്സിലില്ലേ? ആ DYFIക്കാർ ചോദിക്കുന്നത്, അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ യാതൊന്നും പറയാനില്ല. CPMന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. അത് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളതാണ്. 10-27 ആളുടെ നമ്മുടെ സഹാക്കളുടെ ലിസ്റ്റ് ഞാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തതാണ്. ആ 27 സഹാക്കളെ കൊന്നിട്ടും ഞങ്ങളതിന് മറുപടിയായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. മതി, അത്രയും കൊണ്ട് അത് മതിയാക്കാം. അത്രയും കൊണ്ട് നമുക്ക് ഇത് മതിയാക്കാം, ആ ഭാവം മതിയാക്കാം. അത് മതി. അത്രയും കൊണ്ട് അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ ഒരു വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വെറുതെ പറഞ്ഞു. നിങ്ങൾ മനോജിനോട് അതുപോലുള്ള SFI DYFIക്കോട് പോയി ചോദിക്കും കേട്ടോ. പാർട്ടിക്ക് ആരും ബന്ധമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി. ആ DYFI വന്നുകൊണ്ട് DYFIക്കോട് ചോദിക്കും. അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവർ പറയുന്നുണ്ട്. സനോജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. അല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോഷക സംഘടനയില്ല. യുവജന സംഘടന എന്ന് പറയുന്നത് യുവജന സംഘടന ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ടൊരു സംഘടനയില്ല. അതിൽ കോൺഗ്രസിനൊക്കെ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ്സൊക്കെ അവരെ പോഷക സംഘടന.